ഹലോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഡെയിലി വിചാരിക്കും ലോങ് വീഡിയോ എടുക്കണമെന്ന്, പക്ഷെ നടക്കില്ല എന്നല്ല. ഞാൻ കുറേ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടി പിടിച്ചു പോയി. കറക്റ്റായിട്ടൊക്കെ വീഡിയോ എടുത്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് എന്നെ തന്നെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കണം. അതായത് നിനക്ക് പറ്റില്ല, അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നീ ചെയ്യരുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വാശിയായി അത് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടേ. 2 സൈഡ് ഒരേ നോട്ടിഫിക്കേഷനാണ്, സ്റ്റോറേജ് ഫുള്ളായതിൻ്റെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫോൺ നോക്കിയിട്ട് പറഞ്ഞു, ഇത് എന്ത് ഇത്രയ്ക്ക് ഫോണിലുള്ളതെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കുറേ വീഡിയോസ് എടുത്ത് കൂട്ടിയേക്കുന്ന. ഒരു 2-3 വർഷം മുന്നേ അടക്കം ഞാൻ 3 വർഷത്തിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു റൊട്ടീൻ പോലെ ഞാനിതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യുന്നില്ല, പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ പറഞ്ഞ്, ഇത് എന്തിനാ വെറുതെ ഫോണിലെ സ്ഥലം കളയാൻ വേണ്ടിയിട്ട്, നീ ഇതൊന്നും നിനക്കൊണ്ട് പറ്റണ പരിപാടിയല്ല, നീ ഇത് എടുക്കാൻ നിൽക്കണ്ട, ഫോണിനെങ്കിലും കുറച്ച് സമാധാനം കൊടുക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വാശി. ഞാൻ എന്നാൽ പിന്നെ എടുത്തിട്ടേ ഉള്ളൂ. ഇന്നൊരു പുതിയ വീഡിയോ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ കുറച്ചായിട്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുള്ളൊരു വാശിക്ക് കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ. കുക്കിംഗ് വീഡിയോ അല്ല, അതിന് ഞാൻ ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് ഉദ്ദേശിച്ചത്. രാവിലെ നേരത്തെ എണീച്ചിട്ട് ഞാൻ എണീക്കാൻ വൈകി പോയി, എൻ്റെ കാര്യങ്ങളെല്ലാം തല തിരിഞ്ഞ് അവിടെ നടക്കുന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ച് വേണ്ട, അതിന് ശേഷമുള്ളത് എടുക്കാമെന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ മര്യാദയ്ക്കൊരു ചായയോ കാപ്പിയോ ഉണ്ടാക്കി കുടിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഞാനാണ് ഇവിടെ വന്ന് എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കുക. അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവരത് കഴിച്ച് നോക്കിയിട്ട് എന്ത് ടേസ്റ്റാന്ന് പറഞ്ഞു. എന്ത് ടേസ്റ്റാന്ന് മാത്രമല്ല പറയാം, എന്ത് പുകഴ്ത്തലാന്നറിയോ. അതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഞാൻ തന്നെയാണോ. എന്നോട് വെച്ചിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ പറയാം, ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയതല്ലേ, നീ പറ്റിക്കല്ലേ, അങ്ങനെ അടക്കം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കാം, ഇത്ര വലിയ കുക്കായോ ഞാൻ. വീട്ടിൽ വിളിച്ചിട്ട് അമ്മ ഞാനിന്ന് ഉണ്ടാക്കിയ ഫുഡിന് ഇത്ര നല്ല കമൻസൊക്കെ വന്നമ്മന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പറയും, എന്താ ഉണ്ടാക്കിയേ എന്നൊക്കെയോ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞെടുത്ത് അതിപ്പോൾ ഉപ്പിട്ടില്ലേ, ഇതിട്ടില്ലേ, ആ രീതിക്ക് അമ്മ നെഗറ്റീവ് പറയുന്നതിനാണ് അവരൊന്നും വിശ്വസിച്ചിട്ടില്ലേ ഞാൻ നല്ലോണം കുക്ക് ചെയ്യുന്നത്. പിന്നെ വാശി പിടിച്ച് ഒന്ന് സമ്മതിക്കും, ഞാൻ കുക്ക് ചെയ്യുന്നുള്ള സമ്മതിക്കും, ഞാൻ വേണമെങ്കിൽ തെളിയിച്ച് കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വീട്ടിൽ പോയി ഉണ്ടാക്കി എല്ലാം 8 നില പൊട്ടിയിട്ടേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല സത്യമായിട്ടും. ഞാൻ വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഇനി ഇവിടെ ഉള്ളവരുടെ നാക്കിൻ്റെ പ്രശ്നമാണോ, ഇനി ഇവിടുത്തെ കിച്ചൻ്റെ വാസ്തുപ്രകാരമാണോ എന്താണെന്നറിയില്ല, ഇവിടെ നിന്ന് ഉണ്ടാക്കി എനിക്ക് കറക്റ്റാവും, വീട്ടിൽ പോയാൽ തെറ്റും. ആകെ 2 നേരം ഫുഡ് കഴിക്കുന്നത്. രാവിലെ ടിഫൻ ആണ് കഴിച്ചത്. അപ്പോൾ നൈറ്റ് വിചാരിച്ച് തക്കാളി ചോറാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ വേണ്ട, ഒരു ബിരിയാണി റൈസ് ആക്കാം എന്നുള്ളൊരു മൈൻഡിൽ പോയി. ബിരിയാണി റൈസ് അല്ല ഉദ്ദേശിച്ച്, പ്ലെയിൻ റൈസ് എന്നുള്ള രീതിക്ക് പ്ലാൻ ചെയ്തു. കാരണം ചിക്കനില്ല, മീനില്ല, അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്നുള്ളതാണല്ലോ നമുക്ക്. എനിക്കങ്ങനെ റൈസ് ഐറ്റംസ്, അതായത് നമ്മൾ കറി ഇല്ലാതെ കഴിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിൽ എനിക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കോളിഫ്ലവറാണ് കൈ കിട്ടിയത്. അപ്പോൾ കോളിഫ്ലവർ ഈ സൈഡ് ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ സൈഡ് ഞാൻ ബാക്കിയുള്ള പരിപാടിക്കുള്ള തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇപ്പോൾ പല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ എന്തിനാണ് ഞങ്ങളോട് പറയുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ, ഇത്രയും നേരം ഞാൻ പറയണത് നിങ്ങൾ കേട്ടല്ലോ. എന്നെ കേൾക്കാൻ ഇത്രയും പേര്, ഇനി എത്ര പേര് വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, അത്രയും പേരുണ്ടല്ലോ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ കേൾക്കാൻ ആളുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അത്യാവശ്യം എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് പറയാൻ ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കേൾക്കാൻ ആളില്ല, എനിക്ക് പറയുന്നത് എനിക്ക് ആരോടെ ഞാൻ പറയാം എന്നൊരു സിറ്റുവേഷൻ വന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നടക്കുന്ന കാര്യമുണ്ട്. എനിക്ക് വട്ടമാണോ നടക്കാൻ ചോദിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതായിട്ട്. അതുകൊണ്ട് എനിക്ക് അത്ര പുത്തിരിയുള്ള കാര്യമല്ല. നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ഇവിടേക്ക് വേണ്ട പച്ചക്കറി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാം. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഇതൊക്കെ തക്കാളി, പച്ചമുളക്, ആ വക സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവിൽ എനിക്ക് കിട്ടി. ഇവിടെയൊക്കെ എനിക്ക് നല്ല റേറ്റാണ് ഇവിടെ വാങ്ങുമ്പോൾ. എനിക്ക് അവിടെയാണെങ്കിൽ അത്യാവശ്യം കുറേ ദിവസത്തിനുള്ളതായി. ഇപ്പോൾ ഒരു 1 വീക്കിനുള്ളതെന്തോ ഇനിയുണ്ട് ഫ്രിഡ്ജിനകത്ത്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ്. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ മസാലയാണ്. എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയില്ല. ഞാനതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇടാതെയാണ് ഉണ്ടാക്കുക. ഇടാതെയെന്നുമല്ല, ഒന്നാമത്തെ വലിയ ജാറാണ്. ആ വലിയ ജാറിൽ ഇത് അരയ്ക്കാൻ വയ്യ. പിന്നെ അമ്മിക്കല്ലിൽ പോയി അരയ്ക്കണം. എനിക്ക് വയ്യ ഇനി അമ്മിക്കല്ലിൽ പോയി അരയ്ക്കാൻ. അപ്പോൾ എന്തായാലും ഇത് ചതയ്ക്കാനുള്ളത് റൈസിലിടണം. അപ്പോൾ ഇതിലേക്കാണെങ്കിൽ ഞാൻ സ്പെഷ്യലായിട്ട് വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ അരയ്ക്കുക. വെള്ളം കൂട്ടി അരച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മസാലയ്ക്ക് വെള്ളം കൂടിപ്പോവും. അതുകൊണ്ട് പ്രശ്നത്തിൽ നിൽക്കുകയാണ്. മുമ്പൊരിക്കൽ ഞാൻ ഇതേപോലെ ഈ ഒരു മോഡലിൽ ഞാൻ ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സോയാബീൻ ഉണ്ടല്ലോ, അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്തപ്പോൾ എനിക്കത്ര ടേസ്റ്റ് അങ്ങനെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതും കൂടെ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളിഫ്ലവർ ആയിക്കോട്ടെ, മറ്റേ നമ്മുടെ ചിക്കൻ ആയിക്കോട്ടെ, മീൻ, ഇതെല്ലാം എനിക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രിസ്പി ആയിട്ട് പോകാൻ പാടില്ല. എനിക്ക് നല്ല സോഫ്റ്റായിട്ട്, എനിക്കിങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അങ്ങനെ കഴിക്കാൻ ഇഷ്ടം. പിന്നെ കുറച്ച് എണ്ണ വെച്ച് ഫ്രൈ ചെയ്യാറുള്ളത്.
എൻ്റെ റൈസ് ഉണ്ടാക്കുന്ന ഒരു രീതി പ്രത്യേക ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പ്രത്യേക ടൈപ്പ് എന്ന് വെച്ചാൽ മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് എളുപ്പപ്പണിയാണ്. പക്ഷേ ടേസ്റ്റ് എനിക്ക് എപ്പോഴും ഒരേപോലെ കിട്ടിയിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന്. ഞാൻ ഈ ഉള്ളി തക്കാളി സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അവിടെ സൈഡിൽ ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് മുഴുവൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇന്നൊരു 4 പേർക്കുള്ള ഫുഡാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഈ കുക്കറിൽ എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാൻ അരി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാനത് ആ സീന് കാണിച്ചില്ല എന്നേ ഉള്ളൂ. കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഫസ്റ്റായിട്ട് എനിക്ക് നല്ല വെളിച്ചം വേണം കിച്ചണിൽ. എനിക്ക് നല്ലോണം കാണണം, എല്ലാ പച്ചക്കറി സാധനങ്ങളെല്ലാം നല്ലോണം കാണണം. ഇത് വന്നിട്ട് സാധാ മറ്റേ LED ബൾബ് ഉണ്ടല്ലോ, അതാണ്. എനിക്ക് ട്യൂബ് ലൈറ്റ് ഇടണമെന്നുണ്ട്. അതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം. ഇത് ബാക്കിൽ നമുക്ക് ഈ വീട് തരുന്ന സമയത്ത് പെയിൻ്റൊന്നും അടിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് കയറാമെന്ന് പറഞ്ഞപ്പോൾ അധികം ഡാമേജ് ഒന്നും ഇല്ല എന്നുള്ളൊരു പീസിൽ ഒന്നും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിവിടെ വോൾ സ്റ്റിക്കർ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണമെന്നുണ്ട്. പക്ഷേ പേടിയെന്ന് വെച്ചാൽ നമ്മളിത് ഒട്ടിച്ചിട്ട് അടുത്തോളം പോകാൻ നിർത്തി. ഇത് അടർത്തിയെടുക്കുന്ന സമയത്ത് അവിടുത്തെ പെയിൻ്റ് എങ്ങനെ ഇളകിപ്പോയാൽ ചിലപ്പോൾ നമ്മളിത് പൈസ വാങ്ങിച്ചാലോ. അതുകൊണ്ട് ഒന്ന് മടിച്ച് നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് ഹൗസ് ഓണറോട് ചോദിച്ചിട്ട് വേണം ആ വക പരിപാടിയിലേക്കൊക്കെ ഇറങ്ങാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ഇത് ഞാൻ അമ്മയുടെ സാരിയാണത്. സാരി നല്ല നൈസായിട്ടുള്ളൊരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണത്. ആ സാരീനെ ഞാൻ കട്ട് ചെയ്ത് കോളർ വെച്ചത്. ശരിക്കും 5 മീറ്റർ ഉണ്ടായിരുന്നു സാരി. പക്ഷേ എനിക്ക് ഈ ഒരു കോളറുള്ള ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് 5 മീറ്റർ വേണ്ടി വന്നു. ഞാൻ ആ തുണി എന്താ ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. അതിൽ നമ്മൾ ഈ കുത്തുന്ന സൈഡുണ്ടല്ലോ സാരി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അവിടെയുള്ള ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമാണ് ഞാൻ ഉള്ളിൽ ലൈനിങ് വെച്ചേക്കുന്നത്. അപ്പം ലൈനിങ് എനിക്ക് വേറെ അഡീഷണൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്നാൽ പോലും ഈ 5 മീറ്റർ കൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ വെട്ടി പീസൊക്കെ എടുത്ത് നോക്കി, കാണാനില്ല. അങ്ങനെ ഇട്ട ഒരു സാരിയാണ്. സാരിയും കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണത്. ഞാൻ പറ്റിയ താഴെ വീഡിയോ കൊടുത്തേക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒരു 3-4 മാസം മുന്നേ എടുത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുക്കുന്നുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു പ്രശ്നമാണ് എനിക്ക്. ഈ ഡ്രസ്സ് അധികം ഇടൂലായിരുന്നു. പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ചൂടത്ത് എനിക്ക് ആ ഡ്രസ്സ് ഇടുമ്പോഴൊരു സുഖം ഉണ്ടല്ലോ, അയ്യോ സ്വർഗം. അങ്ങനെ തോന്നിയപ്പോൾ പിന്നെ ഇതന്നെയാക്കി സ്ഥിരമാക്കി ഈ വേഷം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. എനിക്ക് മറ്റേ കുക്കർ ഞാൻ അടച്ചത് കറക്റ്റൊന്നും അല്ലായിരുന്നു. ഇടയിൽ കൂടെ എയറൊക്കെ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല സൗണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാനവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വേറെ എന്തോ ആലോചിച്ചുകൊണ്ടാണ് കുക്ക് ചെയ്യുന്നത്. പണ്ട് മുതൽക്ക് ഈ കുക്കർ എൻ്റെ ശത്രുവാണ്. എനിക്ക് ഈ ടൈപ്പ് കുക്കർ എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനകത്ത് കറി എന്തെങ്കിലും ഉണ്ട്, ഈ സൈഡ് വന്ന് സ്റ്റക്കായി നിൽക്കുന്നൊരു പ്രശ്നമുണ്ടല്ലോ, ഭയങ്കര ശത്രുതയായിരുന്നു. പിന്നെ വേറെ വഴിയില്ല. ഇതാണ് എൻ്റെ ആവി പറക്കുന്ന ഫുഡ്. സംഭവം ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇതേപോലെ തന്നെയാണെങ്കിലും ഇന്ന് എന്തോന്നറിയില്ല, റൈസിന് കുറച്ച് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു അത് ഉണ്ടാക്കിയ സമയത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്മതി റൈസിന് പൊതുവെ ഉണ്ടാക്കുന്നതിനേക്കാളും കൈ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ അരി കഴിയാനായതുകൊണ്ടായിരിക്കാം ഇത്ര വലിയ കുക്കറിന് ഞാൻ ചെറിയൊരു ഇതിലേക്ക് മാറ്റി വയ്ക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കാൻ വരുന്ന സമയത്ത് ഇതിന് അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അത് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അത് കുക്കർ വെള്ളത്തിലിട്ട് വെച്ചാലേ രാത്രി ആകുമ്പോഴേക്കും എനിക്ക് നല്ലോണം കഴുകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സൈഡൊക്കെ എനിക്കത് ഈ കുക്കറിനോടുള്ള ശത്രുത, അതെ സൈഡൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല നേരെ. അപ്പോൾ ഞാൻ കുറേ നേരം വെള്ളം ഒഴിച്ചിട്ട് വെച്ചതിന് ശേഷം മാത്രമേ അത് കഴുകാറുള്ളൂ. കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അതേപോലെ കഴിക്കാനും ഇഷ്ടമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു യുദ്ധം ഉണ്ടല്ലോ, പാത്രം കഴുകുന്ന പണി, അത് ഒട്ടും പറ്റാത്ത പരിപാടിയാണത്. പാത്രം കഴുകുന്നതും കുടിക്കാൻ വെള്ളം ചൂടാക്കുന്നതും, ഇത് രണ്ടെണ്ണത്തിന് എന്തിനോടാണ് എനിക്കിങ്ങനെ മടി വരുന്നത് എനിക്കറിയില്ല. ഇത് രണ്ടെണ്ണം എനിക്ക് നല്ല മടിയുള്ള കാര്യമാണ്. 2 നേരം കഴിക്കുന്നുള്ളെങ്കിലും എനിക്ക് വൈകുന്നേരം അങ്ങനെ വിശക്കാറില്ല. പക്ഷേ കുക്ക് ചെയ്യുന്ന സമയത്തും കുഴപ്പമില്ല, പാത്രം കഴുകുന്ന സമയത്തൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കഴിക്കാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ ഒടുക്കത്തെ വിശപ്പായിരിക്കും. പിന്നെ ഇത്ര നേരം എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, കഴിക്കാനിരിക്കുന്നതിന് മുന്നേ വിശക്കും. അത് പ്ലേറ്റിലേക്ക് ഇടാനുള്ളൊരു ക്ഷമയുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാനുള്ള കാര്യമൊക്കെ മറന്നു പോകും. അയ്യോ അങ്ങനെ വീഡിയോ എടുക്കണം. ഞാൻ പലപ്പോഴും മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടി ഹോട്ടലിലൊക്കെ പോയ സമയത്ത് എനിക്ക് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടേ പോകും. പക്ഷേ കഴിക്കാനിരുന്ന് ഞാൻ പകുതി കഴിച്ചിട്ട് എനിക്ക് ഓർമ്മ വരും, അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ കുറേ നേരം സംസാരിച്ചു. ഇപ്പോൾ ഷോർട്സൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരമല്ലേ സംസാരിക്കാൻ വരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു 9 മിനിറ്റോളം ഞാൻ കുറേ നേരം വായതോരാതെ സംസാരിച്ചു. എന്തോ എൻ്റെ കൂടെ ആളുള്ള പോലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ടായിരുന്നു. അതെന്തായാലും ദിവസം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഹാപ്പി. ചോറ് കണ്ടിട്ട് നല്ല മണം വരുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് മണം ഉണ്ടാവും, പക്ഷേ ആ ടൈപ്പിൽ ഗുണം കുറയും. പക്ഷെ ഗുണമുള്ള സമയത്ത് അത് മണം വരില്ല. ചില സമയത്ത് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ, പക്ഷേ മണം വരില്ല. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ മണം പുകഞ്ഞ് പോകണ്ടേ, അങ്ങനെ വരില്ല. ഇതെന്താ അവസ്ഥ അതെനിക്ക് അറിയില്ല, കഴിച്ച് നോക്കണം. ഇത്ര ചോറെല്ലാം എടുക്കുക, ഇനിയും എടുക്കും. വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണം ബാക്കി വിളമ്പാൻ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്.